ഹായ് ഹലോ. അപ്പം ഇന്നൊരു ചെറിയ മിനി വ്ലോഗാണ്. നമ്മൾ അനിയത്തി PG ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരികെ പോരുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു. അന്നേ ദിവസത്തെ ഒരു വ്ലോഗാണിത്. നമ്മൾ ഉമ്മയും കാക്കും കുട്ടികളൊക്കെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഉറങ്ങുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതാ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട്. ഒരു 21 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. അപ്പോൾ അടിപൊളി ഒരു വ്യൂ കണ്ടു. അപ്പോൾ നമ്മളതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓരോ പ്രത്യേകതകളും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു കൂട്ടം ആടുകൾ പോകുന്നത് കണ്ടത്. അതിനെ തൊളിച്ചും കൊണ്ട് കൂടെ കുറച്ച് പേരും ഉണ്ടായിരുന്നു. അത് പോകുന്ന കാണാൻ നല്ല രസമായിരുന്നു. അവിടുത്തെ വാഹനങ്ങളൊക്കെ തന്നെ പ്രത്യേകത ഉള്ളതായിരുന്നു. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അവരിവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫ്രണ്ട്സ് ഇന്നലെ പോയിട്ടുണ്ട്, കുറച്ച് പേര് ഇന്ന് അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിലൊക്കെ ഇന്നലെ കഴിച്ചു വെച്ചെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ അടുത്താണ് ലുലു എന്ന് പറഞ്ഞു, കോയമ്പത്തൂർ ലുലു. അപ്പോൾ നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട്. അവിടെ നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കൂൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ഫിഷിൻ്റെ ഒക്കെ സെക്ഷൻ കണ്ടപ്പോൾ നമുക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല, അത്രയും അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പം. പിന്നെ ഈ ഒരു ഫിഷിനെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോനുകുട്ടൻ ഭയങ്കരമായിട്ട് കൊഞ്ചി നിൽക്കുകയായിരുന്നു. പക്ഷെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചൊക്കെ നമ്മൾ അപ്പം തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പം നമ്മൾ നെഹദിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് മന്തി കഴിക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട ഐറ്റംസൊക്കെ പറഞ്ഞു, റൈസൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു. അങ്ങോട്ട് ഉള്ളത് മുഴുവൻ എടുത്ത കാരണം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡും കൂടെ കഴിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് ചായ കുടിക്കാനുള്ള സ്പോട്ട് എത്തിയത്. അങ്ങനെ നമ്മൾ കുറച്ച് പലഹാരങ്ങളും ചായ കോഫിയൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ രാത്രി ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇത്രയൊക്കെ ഉള്ളൂ.